ഫ്രീ ഫയർ ആണ് ഗൈസ്. ഇപ്പം നമ്മൾ ആദ്യം തോക്കുകയാണ് ഗൈസ്. പക്ഷെ ഞാൻ അവന് തോക്കെടുക്കാൻ പോവാണ്. അവന് തോക്കെടുക്കാൻ അത് അവൻ എന്തെങ്കിലും ഒരു ചെറിയ തോക്കെടുത്ത് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവനെ കളിക്കാണെന്ന് പറഞ്ഞു. അവൻ ചത്തോ? അവൻ എനിമിയുടെ അല്ല വെടിവെക്കുന്നത് ഗൈസ്. വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെടിവെക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ എനിമിയുടെ കൊല്ലാൻ നോക്കാം. ഇവിടെ ആരെങ്കിലും നമ്മളടക്കി അടിച്ചാൽ കഴിയും. നമുക്കാണെങ്കിൽ എൻ്റെ ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ബോംബ് ഇട്ട് കൊടുക്കാറുള്ളതാണ്. ഇങ്ങോട്ട് എനിമി വരുന്നുണ്ട് ഗൈസ്. നമുക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. ബാക്കിൽ കൂടെ പോയിട്ട് എല്ലാത്തിനെയും കൊന്നിടാം ഗൈസ്. ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവരെല്ലാത്തിനും കൊന്നിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. പോയി Help me! Enemy spot! എൻ്റെ ടീമിൻ്റെ അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ ഈ റൗണ്ടോട് ജയിച്ചാൽ നമ്മൾ ഫസ്റ്റ് മറ്റേ മരിച്ചിട്ടുണ്ട് ഗൈസ്. മാച്ച് ചെയ്തിട്ടുണ്ട്. 2 റൗണ്ട് വരെ റെക്കോർഡ് ചെയ്തിരുന്നു കളിച്ച ശിവനെ കാണുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് നമ്മളൊക്കെയാണ് അതിൽ ഈ ഗെയിം തോറ്റിട്ട് ലെഫ്റ്റ് അടിക്കും ഗൈസ്. അപ്പോഴാണ് ഗൈസ് നമ്മൾ ആദ്യം കേട്ടോ ഗൈസ്. അത് ഞാനൊരു പേരിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അവൻ എൻ്റെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അവൻ നമ്മളെ സ്കോഡിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവരിപ്പം ബ്രോൺസ് റാങ്കാണ് ഗൈസ്. അവന്മാർ എപ്പോഴും ബെറ്റർ റോയലോ കളിക്കത്തുള്ളൂ. അതെന്താണ് അവനിപ്പോഴും സിൽവർ കളിക്കുക. 22 ഗെയിം കളിച്ചിട്ടുണ്ട്. 52 എലിമിനേഷൻസും ഉണ്ട്. പിന്നെ ഒരു കളിയും വെച്ചിട്ടില്ല ഗൈസ്. സീസൺ റാങ്ക് 1 ഗെയിം കളിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും വെച്ചിട്ടില്ല ഗൈസ്. നമുക്ക് ഇവൻ്റെ കൂടെ ഒരു മാച്ച് തുടങ്ങാൻ സീസൺ റാങ്ക് കൊടുക്കുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നറിഞ്ഞു. ഇതിനായിട്ട് കുറച്ച് ന്യൂ പ്ലേയേഴ്സ് ഒക്കെ ഇറങ്ങാൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൽ ന്യൂ പ്ലേയേഴ്സ് അല്ലേ? ന്യൂ പ്ലേയേഴ്സ് ഗൈസ്. ഒരു പ്രോ പ്ലെയർ, 3 ന്യൂ പ്ലേയേഴ്സ്, പിന്നെ എനിമീസ് ന്യൂബ്, 4 ന്യൂബ് വേഴ്സസ് 1 പ്രോ. നമുക്ക് ഡബിൾ ഗൺ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. ഇവര് ന്യൂ പ്ലേയേഴ്സ് എത്ര ഡാമേജ് നമ്മൾ ഫസ്റ്റ് ഡിഫീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ. ഈ റൗണ്ട് നമുക്ക് ജയിക്കണം. ഇപ്രാവശ്യം നമ്മൾ അവരെല്ലാം ആരെയും വിടാൻ പോകും. ഈ ന്യൂബ് ടീംമേറ്റ്സ് കിട്ടിയതാണ്. ഇത് ന്യൂബ് എൻ്റെ അനിയന് ന്യൂബ് എന്നത് അവൻ ഇത്ര റാങ്ക് വരെ കളിച്ചെത്തിപ്പിച്ചതാണ്. ബാക്കിയൊക്കെ അവൻ കളിച്ചതാണ്. പക്ഷെ അവൻ കളിക്കുമ്പോൾ ആ ഒരു പ്ലസ്സും കിട്ടത്തില്ല, എപ്പോഴും മൈനസ് കിട്ടത്തോളം. ഞാൻ കളിച്ചാൽ ഒരു 50-ൻ്റെ അല്ല, കുറച്ച് പ്ലസ്സൊക്കെ കിട്ടും. എനിക്ക് ഒരു 25-ൻ്റെ കിട്ടാൻ ആവശ്യമില്ലായിരുന്നു.
അവർക്ക് ധൈര്യമുണ്ടോ ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടിയാണ് ഒരു ബോൺ ഫയർ എടുത്തിട്ട് വീണ്ടും കൊന്നളഞ്ഞിട്ടുണ്ട് അവരെ നമ്മൾ നമുക്ക് അവിടെ കൊല്ലാൻ പറ്റത്തില്ല ഇതിൻ്റെ കൂടെ കളിച്ചാൽ അത്ര അങ്ങനെയാണ് ഇതിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്യുകയാണ് ഞാൻ ഹെഡ് അടിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് എല്ലാത്തിനും സ്കോപ്പ് ചെയ്ത് ഹെഡ് അടിച്ച് അവിടെ കൂടെ നിന്ന് സ്കോപ്പിങ് തുടങ്ങുമ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടായിരിക്കത്തില്ല നമുക്ക് മറ്റേ പിടിക്കാൻ സ്കോപ്പിങ് മറ്റേ പ്ലെയർ എന്താണ് ഇവൻ അങ്ങനത്തെ അറിയാട്ടാ നമുക്ക് ലെഫ്റ്റ് അടിക്കാം ഇനി ലെഫ്റ്റ് അടിക്കാനും പറ്റത്തില്ലേ നമുക്ക് ലെഫ്റ്റ് അടിക്കണം ഇവരിപ്പോൾ മാച്ച് പോയിന്റിങ് ആണ് നമുക്ക് ബാഗ് എടുക്കണമെന്ന് തോന്നുന്നു നമുക്ക് AW എടുക്കാം എല്ലാത്തിനും റെഡ് അടിക്കണം നമ്മൾ ആദ്യം ഗെയിം ബാക്ക് അടിച്ചാൽ മതിയായിരുന്നു റോഡിനെ പറഞ്ഞു ഇവരോട് കളിക്കുന്നു ഇവിടെ ഒരു പൂച്ച കയറിയിട്ടുണ്ട് ഗൈസ് ആ പൂച്ച ആ പൂച്ച അങ്ങനെ ഓടി ഇവിടെ ആദ്യമാണെങ്കിൽ പേടിച്ച് തൂറിപ്പോയി ഗൈസ് നമ്മളിവിടെ റൗണ്ട് തോറ്റിട്ടുണ്ട് വിടത്തില്ല ഗൈസ് ഇവനെ നമുക്ക് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കിക്ക് കളയണമെന്ന് തോന്നുന്നു ഇവനെ കാരണം നമ്മൾ ഈ റൗണ്ട് തോറ്റാൽ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഇത് ഇവന് ഇത്ര ചെറിയ റാങ്കായിട്ട് മുറിയും കൂടെ പറഞ്ഞോ മാച്ച് സ്റ്റാർട്ട് ചെയ്യില്ലടാ ചേട്ടാ പക്ഷെ ഇവൻ എങ്ങനെ ഇനി കിക്ക് ചെയ്യുന്ന പിന്നെ ഇവൻ്റെ സ്റ്റാറെ മാറ്റിക്കളയണോ സ്റ്റാർ ഇവന് ഗിൽഡിൽ നിന്നിട്ട് വന്നൂടാ എൻ്റെ ഗിൽഡിൽ കയറടാ ഇവനെ കിക്കടിച്ച് കളയാണ് നമ്മളിവനെ കിക്ക് ചെയ്യാൻ കാണേ പക്ഷെ ഇവനെ കിക്ക് ചെയ്യാനൊന്നും മരുന്നില്ല പ്രൊഫൈലിൽ തന്നെ കയറി വെക്കും 12 ലെവലുണ്ട് അപ്പം നമ്മൾ കളിച്ച് ഇത്ര ലൈഫ് ഇന്നത്തൊക്കെ വീണ്ടും ബാക്കടിച്ചിട്ടില്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴത്തേക്ക് ബൈ ബൈ ഇതൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ 10 മിനിറ്റൊന്നും ആയില്ല ഇപ്പോൾ ഇനി 1 മിനിറ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളത് അപ്പോഴത്തേക്ക് ബൈ ബൈ അതിനെ ബൈ ബൈ പറയണം ബൈ